പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ആമേൻ. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയരെ, ഇന്നത്തെ വചനം പ്രതീക്ഷ നൽകുന്നതും അതേസമയം നമ്മെ ഒന്ന് നൊമ്പരപ്പെടുത്തുവാൻ കെൽപ്പുള്ളതുമാണ്. ദുരിതങ്ങൾ, വേദനകൾ, ദാരിദ്ര്യം, രോഗം, മനപ്രയാസം, അങ്ങനെ എന്തെങ്കിലും ഒരു സങ്കടമില്ലാത്ത ജീവിതം ഈ ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. സഹനം എന്തിനാണ് എന്ന് ചോദിക്കാൻ പലപ്പോഴും ക്രിസ്ത്യാനികൾക്ക് സാധിക്കാത്തത് അവരുടെ മുന്നിൽ സഹനത്തിൻ്റെ പൂർണ്ണത കുരിശിൽ പൂർത്തിയാക്കി നമ്മെ വീണ്ടെടുത്ത ജീവിക്കുന്ന ഒരു സ്നേഹം ഈശോയുടെ രൂപത്തിൽ ഉള്ളതുകൊണ്ടാണ്. എങ്കിലും ഇന്നത്തെ വചനം പറയും പോലെ ബലഹീനരായ നാം സഹനത്തിൽ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതല്ല വേണ്ടത്. മറിച്ച് ദൈവമറിയാതെ നമ്മിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ദുരിതങ്ങളെ സ്വീകരിച്ച് ഞെരുക്കപ്പെടുന്ന അവസ്ഥയിലും ശാന്തത വെടിയരുത് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വർണം മാനുഷിക ബുദ്ധിയിൽ ഏറെ സാമ്പത്തിക മൂല്യം ഉള്ള ഒന്നാണ്. അത് അഗ്നിയിൽ ശുദ്ധി ചെയ്തെടുത്ത് അതിലെ അഴുക്കുകൾ മാറ്റിയാണ് അതിന് വിലയിടുന്നത്. സഹനമാവുന്ന ചൂളയിൽ കർത്താവ് ശുദ്ധി ചെയ്തെടുക്കുന്നത് അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യരെയാണ്. പലപ്പോഴും ആർക്കെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവരെ ദൈവം ശിക്ഷിച്ചു എന്നാണ് മനുഷ്യർ വിധിക്കുക. മാറി നിന്ന് അവരെ പരിഹസിക്കുന്നവരും ഉണ്ടാകും. ഇന്നത്തെ വചനം പറയുന്നത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് ഏറ്റവും അധികം ദൈവം സഹിക്കുവാൻ ക്ഷണിക്കുന്നത് എന്നാണ്. അവർക്ക് ഈ ലോകത്തിലെ സഹനം അനുഗ്രഹമാണ്. മരണശേഷം ഏറ്റവും നല്ല ഒരു സ്ഥലം സ്വർഗത്തിൽ ലഭിക്കാനുള്ളതെല്ലാം അവർ ഇവിടെ അനുഭവിച്ചു തീർക്കുന്നു. ആരെയും വിധിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. സഹിക്കുന്നവരുടെ മുറിവിൽ ഉപ്പ് പുരട്ടി വേദന വർദ്ധിപ്പിക്കാതെ ചെറിയ നന്മപ്രവൃത്തികൾ കൊണ്ട് സഹനം എളുപ്പമാക്കുന്ന മരുന്നായി മാറാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ സഹനങ്ങളെയും കുരിശോട് ചേർത്ത് വെച്ച് തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.